അപ്പോൾ നമ്മൾ ദുബായിലെ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയായിരുന്നു. ഇത് ന്യൂ ഇയറിന് മുന്നേ എടുത്തതാണ്, പക്ഷേ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറേ വീഡിയോസ് എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ മറന്നുപോയി. നമുക്ക് വൈഫിൻ്റെ ഒരു കസിൻ ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രീറ്റൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അവൻ ആദ്യമായിട്ടാണ് വരുന്നത്, അവന് ദുബായിൽ ജോലിയുള്ളതാണ്. ജോലിക്ക് വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പറേഷൻ ടൈമായിരുന്നു, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോവല്ലേ. കുഞ്ഞിങ്ങനെ സ്വന്തമായിട്ട് പാല് കുടിക്കാനൊക്കെ അവൾ ശീലിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയായിട്ട് അവൾ ഭയങ്കര സിങ്കാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുഞ്ഞിൻ്റെ സ്ക്രോളറൊക്കെ റെഡിയാക്കി ടാക്സിയൊക്കെ വിളിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ടാക്സിക്കാണ് ഇവിടെ നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓദ്മേത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഓദ്മേത്ത ചർച്ച്, സെൻറ്റ് മേരീസ് ചർച്ചാണ് വരുന്നത്. ഇവിടെ തന്നെ വേറെ മാർത്തോമ ചർച്ചും ഉണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ, പക്ഷേ ഇത്രയും വലുതല്ല, ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതല്ല. അപ്പോൾ എൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ടർഫ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയിട്ട് ഭയങ്കര കളർഫുള്ളാണ് ഇവിടെ, എപ്പോഴും ആളുണ്ടാകും. അറിയാലോ, ഏകദേശം 190 രാജ്യത്തെ ആൾക്കാർ ഇവിടെ ഉണ്ട് ദുബായിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. രാവിലെ തുടങ്ങിയൊക്കെ സൺഡേന് വീക്കെൻഡിലൊക്കെ ആണെങ്കിൽ അത്രയും നിറച്ചുണ്ടാവും ആൾക്കാർ. ആഫ്രിക്കൻസ്, ഫിലിപ്പീൻസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതാണ് അതിൻ്റെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരെ കയറിയിട്ട് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. ഇങ്ങനെ ചെല്ലുമ്പോൾ വിശാലമായിട്ട് കിടക്കണം. അത് ആ ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെതായിട്ടുള്ള കുറേ ഷോപ്പുകൾ, കാര്യങ്ങൾ, ഒരു തിരക്കും ഒരു വൈബ് ഭയങ്കരമാണ് കേട്ടോ. ഒത്തിരി മലയാളികൾ തന്നെയാണ്, കൂടുതൽ മലയാളീസിനെ ഞങ്ങളിവിടെ കണ്ടു. ഈ വൈകുന്നേര ടൈമിൽ എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളീസ് തന്നെയായിരിക്കും. ഫിലിപ്പീൻസും ഉണ്ടായിരുന്നു, ഫിലിപ്പീൻസ് ഒത്തിരി പേരുണ്ടായിരുന്നു. അറബി ഫ്രഞ്ച് ഓഫീസ് അതല്ലേ സരിതാ, ഇത് മലയാളം ഏതാണെന്ന് അല്ല ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ പ്രൊഫഷൻ അതല്ലേടാ. അതിൻ്റെ ഡെക്കറേഷൻസ്, ഈ തോരണങ്ങളൊക്കെ കിട്ടിയതിൻ്റെതായ ഒരു ഭംഗി അവിടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഭയങ്കര രസം. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടിയില്ല എന്ന് തന്നെ പറയാം. ഇതാണ് ആ ചർച്ചിൻ്റെ ഒരു ബാക്ക് സൈഡല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു സ്പേസ് അവിടെ വിശാലമായിട്ട് കാണാൻ പറ്റും. അതിങ്ങനെ കിടക്കുവാണ് അങ്ങോട്ടേക്ക്. അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് എൻട്രൻസ് വരുന്നത്. നമ്മുടെ മറ്റേ അസിസ്റ്റൻസ് അല്ല, ചെമ്മാച്ചന്മാരായിട്ടൊക്കെ നിൽക്കുന്നത് അവിടെ ആഫ്രിക്കൻസാണ്. മറ്റേ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമല്ലോ, എനിക്ക് അതിൻ്റെ ശരിക്കുള്ള നെയിമുകൾ അറിയില്ല, പക്ഷേ ഈ അവിടെ മറ്റേ ഇതായിട്ടൊക്കെ നിൽക്കണം, മറ്റേ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അത് ആഫ്രിക്കൻസ് ആയിരുന്നു. ഓരോ ടൈമിനും ഓരോ ലാംഗ്വേജിലെ കുർബാനയാണോ അല്ല ഓരോ ആൾക്കാരുടെ ആണോ എന്ന് എനിക്കറിയില്ല. പിന്നെ പള്ളിയിൽ പോയി നമ്മൾ ശീലിച്ചുകൊണ്ട് നമുക്കറിയാം. സരിത ഇങ്ങനെ കുട്ടിയെ ആട്ടിക്കൊണ്ടിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. കുട്ടി കുറച്ച് അവിടെ ചെന്നപ്പോൾ ബഹളം വയ്ക്കാൻ തുടങ്ങി. ആൾക്കാരിങ്ങനെ വന്ന് ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അവിടെ ചെന്നപ്പോൾ മനസ്സിലായത് വലുതാണ്, അത്യാവശ്യം വലിയ സ്പേസ് ഉള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങി. നമുക്ക് വീണ്ടും അടുത്ത പരിപാടികളിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, ഇരുന്ന് പ്രാർത്ഥിച്ചു. കുർബാന തുടങ്ങുന്നേ ഉള്ളായിരുന്നു, പക്ഷേ നമ്മൾ മുഴുവിപ്പിക്കാൻ നിന്നില്ല. ഞങ്ങൾ അടുത്ത ടാക്സി വിളിച്ചു, അടുത്ത സ്ഥലത്തേക്ക് വണ്ടി കയറി. അടുത്ത് നമ്മൾ പോകുന്നത് ദുബായിലേക്കാണ്. ഈ രണ്ട് പള്ളിയും അമ്പലമായിട്ട് വലിയ ദൂരം വ്യത്യാസമൊന്നുമില്ല, ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഉള്ളൂ. പിന്നെ ഈ അമ്പലം എന്ന് പറയുന്നത് വലിയ ഒരു അമ്പലമല്ല. ഇവിടെ ആയിരുന്നു പണ്ട് വലിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ടായിരുന്നത്. ഇത് മറ്റേ ജബലലി അങ്ങോട്ടേക്ക് മാറ്റിയിട്ടാണ് അവിടെ വലിയ അമ്പലം വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2000 സ്ക്വയർ ഫീറ്റ് അത്ര വലിയൊരു അമ്പലം നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അത് ഇവിടെ നിന്നുള്ള അയ്യപ്പ പ്രതിഷ്ഠയും കൂടി കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് അറിഞ്ഞത്. അപ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ്. ഈ ഒരു ഏരിയ ഭയങ്കര രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. നമ്മുടെ ഏരിയ തന്നെയാണ്. തിരക്ക് കാരണം ടാക്സിക്കാരൻ കുറച്ച് ദൂരെ നിർത്തി. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ആൾക്കാരിങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് അമ്പലത്തിൻ്റെ സൈഡ് വരുന്നത്. ആൾക്കാർ കയറി പോകുന്നത് അവിടെ കാണാൻ പറ്റും. പിന്നെ ഇത് അമ്പലത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിൽക്കണതൊക്കെ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. ഇവിടെ സമീപത്തുള്ള കടകളെന്ന് പറയുന്നത് ഈ പൂക്കൾ, നെയ്യ്, വിളക്ക്,
ചന്ദനത്തിരികൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം വിൽക്കുന്ന ചെടികൾ, അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങളൊക്കെ ഈ ഷോപ്പുകളിൽ തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. അവിടെയുള്ള സാധനങ്ങൾ എന്ത് വേണമെന്ന് നമുക്ക് വാങ്ങിച്ച് പോവുകയും ചെയ്യാം. സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണ അവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ്. അത് അവർ നമ്മൾ ഗൈഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏതൊരു കാണുന്നേരം അവിടെ നിന്ന് എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ട്. അവിടെ ശരിക്കും ഫുഡ് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ അവിടെ കേസരി ബാൽത്ത് പോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടാറുണ്ട്. നമ്മളങ്ങനെ പരിപാടി അമ്പലത്തിൽ തൊഴലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്നില്ല, വൈഫും കൊച്ചും കൂടി സരിതയും അമ്മയും കൂടി പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. തിരിച്ച് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മൾ വന്ന വഴിക്കല്ല ഇറങ്ങുന്നത്. ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഇതേപോലെ തന്നെ എല്ലാ കടകൾ തന്നെയാണ്. ഇങ്ങനെ പോയി അങ്ങോട്ട് നമ്മൾ എത്തുന്നതെന്ന് പറയുന്നത് ഒരു നല്ല ഒരു വൈബുള്ളൊരു ഏരിയയാണ്. വൈബ് എന്ന് പറയുമ്പോൾ ഒരു പോർട്ടൽ ഏരിയയാണ്. നമ്മുടെ ഫെറി പോലത്തെ ഹൗസ് ബോട്ട് വളരെ ചെറിയ ഒരു ഇങ്ങനെയുള്ള ഒരു ടൂറിസത്തിൻ്റെ നല്ലൊരു ബാക്ക് സൈഡാണ് ഇതിൻ്റെ ഒരു ആംബിയൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ പല ആൾക്കാർക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ പറയും, ഇത് ദുബായ്, നമ്മുടെ ഓൾഡ് പഴയ ദുബായ് എന്നാണ് ഇതിനെ ശരിക്കും അറിയപ്പെടുന്നത്. ഇതിൻ്റെ അപ്പുറേ ഉള്ള സ്ഥലമാണ് ദേര എന്ന് പറഞ്ഞത്. കൂടുതലും മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ദേര. ഇതൊരു ഫെറി ഏരിയയാണ്. ബോട്ടുണ്ട് എപ്പോഴും 2 ദിവസം തൊട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എപ്പോഴും 10 മിനിറ്റ് കൂടുമ്പോൾ വിടുന്നുണ്ടാവും. പിന്നെ വളരെ കളർഫുള്ളാണ്, പ്രത്യേകിച്ച് നൈറ്റ്. പകൽ പോയപ്പോൾ ഒരു പ്രത്യേക വൈബ്, ഒരു രസമുള്ളൊരു ഏരിയ, സമയം പോകുന്നു അറിയാത്തൊരു ഏരിയ. ഒത്തിരി ബിൽഡിങ്സിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എമിറേറ്റ്സ് NBD ബാങ്കിൻ്റെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ബിൽഡിങ്ങൊക്കെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഒത്തിരി ഷൂട്ടിംഗ്, മലയാള സിനിമയുടെ ഒത്തിരി ഷൂട്ടിങ്ങൊക്കെ നടന്നൊരു ഏരിയയും. പിന്നെ ഇത് കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പണ്ടത്തെ ബ്രിട്ടീഷ് കോളനി പോലത്തെ ഒരു ഏരിയയിലേക്കാണ്. അത് അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം അങ്ങനെ പണിതീർത്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അവിടെ നമുക്ക് വേണ്ട ഒത്തിരി ക്രാഫ്റ്റഡ് നമ്മുടെ ഈ ആഭരണങ്ങളൊക്കെ ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട് അവിടെ. ഈ എന്താ പറയണ്ടത്, ഡ്രസ്സ്, ജെൻസ് ആൻഡ് വുമൺ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള, പിന്നെ കയ്യിലിടുന്ന സ്ഥലം. ഇതിൻ്റെ ഇടയ്ക്ക് ചില ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് കൂടി തന്നെ ഈ സൈഡിൽ ഈ തീരം കാര്യങ്ങളും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ബിൽഡിങ്ങിന് ഇടയ്ക്ക് കൂടി നല്ല ഒരു പ്രത്യേകതരം നമുക്കൊരു വൈബ്, നമുക്കൊരു സീനറി കിട്ടുന്ന ഒരു ഏരിയകളും കൂടിയുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയ ഹൗസ് ബോട്ടുകൾ, ഇങ്ങനെ ആൾക്കാരെ, ഇപ്പോൾ ടൂറിസ്റ്റുകളെയാണ് മെയിനായിട്ട് ഫുഡ് കഴിക്കാനും. പിന്നെ ഒരു 100 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ അവരിങ്ങനെ കംപ്ലീറ്റ് ആ ഏരിയയിൽ കൊണ്ട് കണക്ട് ചെയ്യും. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്യത്തില്ല, ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ കിടക്കുവാണ്. ദുബായ് വാട്ടർ കനാലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടൽ ഏരിയയും കൂടിയാണിത്. നമ്മളിങ്ങനെ ഒരു വൈബ് പിടിച്ച് ആ സൈഡിലേക്ക് പോകുന്നു, അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇങ്ങനെ ഫുള്ള് നടത്തം തന്നെയാണ്, ഒരു സ്റ്റോപ്പില്ല. നമ്മുടെ പ്രപഞ്ചം ചലിക്കുന്ന പോലത്തെ ഒരു ഏരിയയാണത്. എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാണാം. ഓക്കെ, ഞാൻ കുട്ടീനെയും കൊണ്ട് എടുത്തുകൊണ്ട് നടന്നത്, അമ്മയും വൈഫും കൂടിയൊക്കെ അവർ എൻജോയ് ചെയ്ത് കാര്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട്. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ട് തന്നെ മേലെ നിന്നുള്ള മറ്റേ നക്ഷത്രങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലൈറ്റിനിങ് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കും. എപ്പോഴും ഒരു സർപ്രൈസിങ് ആയിട്ടൊരു അതിശയിപ്പിക്കുന്ന ഒരു ലൈവായിട്ട് നിൽക്കുന്ന ലൈറ്റിനിങ് ആണ് ഇവിടുത്തെ. നമ്മളൊരു മൂഡ് ഓഫ് ഒക്കെ ഉള്ള ആൾക്കാരെ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് മൂഡ് ഓൺ ആകുമെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ശേഷം അവരെന്നെ വീണ്ടും കണ്ടിരിക്കുകയാണ്. ഞാൻ കുഞ്ഞായിട്ട് നടക്കുമായിരുന്നു, അവർ പിന്നെ എൻ്റെ ബാക്കിലായിരുന്നു. കുറേ നേരത്തിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും തമ്മിൽ പരസ്പരം കാണുന്നത്.
അതിൻ്റെ ഇടയിൽ തന്നെയുള്ള കുറേ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ രീതിയിലുള്ള. പക്ഷേ എല്ലാത്തരം ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ഒത്തിരി ഉണ്ട് അതിനകത്ത്. കൂടാണ്ട് ഐസ്ക്രീം അല്ലെങ്കിൽ നമുക്ക് നാടൻ ഇളനീര് പോലത്തെ സാധനങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ബിവറേജസിൻ്റെ ആയാലും എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ അറ്റയേഴ്സ് ഇങ്ങനെ ഇതേ വണ്ണ ഡ്രസ്സുകൾ പ്രത്യേക ബ്യൂട്ടിയുള്ള സാധനങ്ങളാണ്. ഒത്തിരി യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് വീഡിയോസ് ഫോട്ടോസ്. അമ്മ നമ്മുടെ സ്ക്രോളറിന് തള്ളിക്കൊണ്ടിങ്ങനെ വരുന്നുണ്ട്. കുട്ടി എൻ്റെ കയ്യിലാണ്, സ്ക്രോളറിനകത്ത് കുട്ടിയില്ല. ഇങ്ങനെ സ്ക്രോളർ തള്ളി ഇങ്ങനെ വരുന്നു. അങ്ങനെ ഞാൻ മുൻപേ പോയതുകൊണ്ട് അവരിപ്പോൾ എൻ്റെ അടുത്തേക്ക് എത്തിയതല്ല, എന്നെ കണ്ടക്ട് ചെയ്തത്. കുഞ്ഞ് ഏകദേശം ഉറങ്ങാറായി. എൻ്റെ ദേഹത്തെ ചൂടടിച്ചടിച്ച് അവൾ ഉറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു രീതിക്ക് അവൾ എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശാലമായ നമ്മുടെ സ്പേസിലേക്ക് എത്തി. ആ കാണുന്ന സ്പേസ് ഞങ്ങൾ യോഗയ്ക്ക് വരാറുള്ളൊരു സ്പേസാണ്. സൺഡേസിലൊക്കെ വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട് വരും. പക്ഷേ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പേയ്മെൻറ്റ് അവിടെ കൊടുക്കണം. പെർമിഷൻ എടുത്തെങ്കിൽ അവിടെ യോഗയുടെ നമ്മുടേതായിട്ടുള്ള ബിസിനസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പേയ്മെൻറ്റ് ഇപ്പോൾ ഉണ്ട്, പെർമിഷനുണ്ട്. ഇതാണ് ഞങ്ങളുടെ യോഗ സ്പേസ്. ഇവിടെ എപ്പോഴും ഒരു വൈബുള്ളൊരു ഏരിയയാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആകുമ്പോൾ വല്ലാത്ത, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത് എത്രത്തോളം ഒരു രസകരമായൊരു അന്തരീക്ഷമാണെന്നുള്ളത്. ആ തണുപ്പും കാര്യങ്ങളും എല്ലാം കൂടി വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്മസ് ട്രീ, ന്യൂ ഇയർ ടൈം എല്ലാം ഒരു സൂപ്പറുമാണ്. ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി വരുന്ന ഏരിയ. അങ്ങനെ നമ്മൾ ആ ക്രിസ്മസ് ട്രീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ഞാൻ കണ്ടതിൽ, ഈ പ്രാവശ്യം കണ്ടതിൽ, എല്ലാ പ്രാവശ്യവും ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഏറ്റവും വലുതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഓപ്പൺ സ്പേസിലാണ് നിൽക്കണം എന്നുള്ളതാണ്. ബാക്കി ക്രിസ്മസ് ട്രീ ഒക്കെ വല്ല മോളിൻ്റെ ഉള്ളിലോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിൻ്റെതായ ഒരു ഭംഗി അതിനുണ്ട്, പക്ഷേ ഇതിൻ്റെതായ ഒരു ഭംഗി ഇതിനുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അർഹതപ്പെട്ട, എല്ലാവരുടെയും ഓൺ എന്ന് സ്വന്തം എന്ന് പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്ന ഒരു സ്ഥലവും അങ്ങനെയുള്ള ഇതും കൂടിയാണ്. നമുക്ക് എപ്പോൾ വേണേലും പോയി അതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ആർക്കും എപ്പോഴും രാത്രി 12 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് ചെയ്യുമ്പോൾ എല്ലാം നിൽക്കും അവിടെ. അവനെ നോക്കും.
കുഞ്ഞിനെ ഞാൻ സ്ട്രോളറെ കിടത്തി. ഞാൻ എടുത്തെടുത്ത് കുറേ നടന്ന് അവളിങ്ങനെ നോക്കുവാണ്. ഞാൻ നിലത്ത് വെക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമാണ്, നമ്മുടെ ദേഹത്തെ ചൂടൊക്കെ അടിച്ചിരുന്നതുകൊണ്ട്. നല്ല വൈബുള്ള ഒരു ഏരിയ, ഭയങ്കര രസകരമായ ഒരു ഏരിയ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ട്രീ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ശരിക്കും ഇപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ പല സിനിമകളുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. ഇതിലൊക്കെ ഞാനും ഉള്ളതിനും കൂടി സെൽഫി എടുക്കാൻ പറഞ്ഞില്ല. ഇതിലൊക്കെ ഞങ്ങൾ നൈസായിട്ട് പോയൊരു ഷവർമ കഴിച്ചു. കുറേ നേരം ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഷവർമ ഞങ്ങളിങ്ങനെ പതുക്കാൻ വാങ്ങിച്ച് കഴിച്ചു. സരിത സംസാരിക്കുവാണ്. ഷവർമ കഴിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധമുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു, കേൾക്കാൻ. ഷവർമ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ്, നല്ലൊരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ മേലെ ഇരുന്നാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഷവർമ കഴിച്ചു. ഇനി ഞങ്ങൾ ബട്ടർ ചിക്കനും ബട്ടർ നാനും കഴിക്കാൻ വേണ്ടി അവിടെ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര നല്ലൊരു ആംബിയൻസാണ്, എപ്പോഴും ശാന്തമാണ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ താഴെയുള്ള റോഡുകൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണാം, മെട്രോ സ്റ്റേഷൻ കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്, ശാന്തമാണ്. കഴിച്ച് കഴിഞ്ഞോ? എൻ്റെ കർത്താവ്, ഞാൻ തന്നെയാണ് കഴിച്ചത്. എന്തായിരുന്നു കഴിച്ചത്? ഫിറ്റായി പോയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ബൈ ബൈ. ഇവിടെ